ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ എവിടെയാണ് ഉള്ളതെന്നറിയോ? ഷാജഹാന്റെയും മുംതാസിന്റെയും സ്നേഹത്തിന്റെ പ്രതീകമായ താജ്മഹലിലാണ് കേട്ടോ. നമ്മൾ വെസ്റ്റ് ഗേറ്റ് വഴിയാണ് കേട്ടോ താജ്മഹൽ കാണാൻ പോകുന്നത്. ടിക്കറ്റ് എടുത്തത് ഇവിടെ തന്നെ കൗണ്ടേഴ്സ് ഉണ്ട്, ഓൺലൈൻ വഴി നമുക്ക് GPay ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ 5 rupees എങ്ങാണ്ടോ നമുക്ക് ഓഫറൊക്കെ ഉണ്ട്. ഒരാൾക്ക് 245 rupees ആണ് കേട്ടോ ഇവിടെ ടിക്കറ്റ് വരുന്നത്. ഇവിടെ നല്ല കണക്കിന് ചെക്കിങ് ഉണ്ട് കേട്ടോ. ആർമിക്കാരാണ് ചെക്ക് ചെയ്യുന്നത്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രത്യേകം ക്യൂ ആണ് കേട്ടോ. ഒത്തിരി നേരം ക്യൂ ഒക്കെ നിന്ന് വേണം നമ്മൾ ഈ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞൊന്ന് ഇറങ്ങി കിട്ടാനായിട്ട്. ഈ കവാടത്തിനകത്തൂടെ കയറുമ്പോഴേ നമുക്ക് താജ്മഹൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് താജ്മഹൽ കാണാൻ പോട്ടാ. വാ, നമ്മളങ്ങനെ താജ്മഹലിന്റെ ഫ്രണ്ടിലെത്തി കേട്ടോ. കണ്ടോ, ആ വൈറ്റ് മാർബിൾസും ഉണ്ട് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. ബാക്കിൽ ഈ കവാടത്തിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഒരു വ്യൂ ഉണ്ടല്ലോ, അത് ഭയങ്കര രസമാണ്. ഭയങ്കര ക്രൗഡ് ആയതുകൊണ്ട് നമുക്കിങ്ങനെ വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. 1632 ഷാജഹാൻ മുംതാസിന് വേണ്ടിയിട്ട് പണിതതാണ് കേട്ടോ താജ്മഹൽ. മുംതാസ് ഷാജഹാന്റെ 3ാമത്തെ വൈഫായിരുന്നു കേട്ടോ. പുള്ളിക്കാരി 13ാമത്തെ കൊച്ചിന് ജന്മം നൽകിയപ്പോഴാണ് മരിച്ചത്. പിന്നെ ഇത് 1632 പണി തുടങ്ങിയെങ്കിലും ഇതിൻ്റെ പണി അവസാനിച്ചത് 1648. ഞാനിതെല്ലാം ഗൂഗിൾ നോക്കി കേട്ടോ പറയുന്നത്. ബാ, നമുക്ക് അതുണ്ടോ ആൾക്കാർ നിൽക്കുന്ന അവിടെ വരെ പോവാം. താജ്മഹൽ ഇങ്ങനെ പുറത്തുനിന്ന് കാണാനായിട്ട് 45 രൂപയുള്ളൂ കേട്ടോ ടിക്കറ്റ്. പക്ഷേ ഉള്ളിൽ നിന്ന് കാണാനായിട്ട് 245 രൂപയാണ്. ഞങ്ങൾ ഉള്ളിൽ കാണാനുള്ള ടിക്കറ്റ് എടുത്തത്. ഇതിൻ്റെ ഉള്ളിൽ മുംതാസിൻ്റെ ശവകുടീരം ഉണ്ട് കേട്ടോ. പിന്നെ ഷാജഹാൻ്റെ മുംതാസിൻ്റെ ലവ് സ്റ്റോറി നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. ഷാജഹാൻ ഒരു ദിവസം മീന ബസാറിൽ കൂടെ നടക്കുന്ന സമയത്ത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൊച്ചിനെ കണ്ടു. പുള്ളിക്കാരിയാണെങ്കിൽ സിൽക്കും ഗ്ലാസ് ബീഡ്സ് ഒക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അതാണ് നമ്മുടെ മുംതാസ് കേട്ടോ. അന്ന് ഷാജഹാന് 14 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. മുംതാസിന്റെ ഭംഗിയിൽ മതിമറന്നിട്ട് ഓടിച്ചെന്ന് ആദ്യം പറയുന്നത് അച്ഛനോടാ. പുള്ളിക്കാരനാണെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് വർഷം കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അങ്ങനെ ഒരു 5 വർഷത്തിന് ശേഷം കേട്ടോ മുംതാസിന്റെ ഷാജഹാന്റെ കല്യാണം. ഇവിടെ ഈ 2 സൈഡും കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. മൊത്തം ഇങ്ങനെ ഫ്ലവേഴ്സ് ആയിട്ട് നിൽക്കുക. കുറച്ചേ ഉള്ളെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ മെയിൻ എൻട്രൻസിൽ നിന്ന് വരുമ്പോഴത്തേനും ഷാജഹാൻ ഗാർഡൻസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് കേട്ടോ. പക്ഷെ അത് ടെമ്പററി ക്ലോസ്ഡാ. ഞാൻ മുന്നേ കേട്ടിട്ടുള്ളൊരു സംഭവം കേട്ടോ. അതിവിടെ ഒരു ഗൈഡ് പറയുന്നത് ഞാൻ കേട്ടു. എയർ പൊല്യൂഷൻ ഉണ്ടായിരുന്ന സമയത്ത് ഈ മാർബിൾസ് ഇല്ലേ, വൈറ്റ് മാർബിൾസ്, ഇതൊക്കെ ഭയങ്കര ഡാർക്കായി തുടങ്ങി. അന്നേരം മുൾട്ടാനി മിട്ടിയില്ലേ, ഇത് തേച്ച് വിടുമായിരുന്നു താജ്മഹൽ മൊത്തം. അതായത് ആ കളറൊക്കെ ഒന്ന് മാറി നല്ല പ്യുവർ വൈറ്റ് ആവാൻ വേണ്ടിയിട്ട്. പ്യുവർ വൈറ്റ് അല്ല കേട്ടോ, ഐവറി വൈറ്റാണ് ഈ മാർബിൾസിന്. ഈ താജ്മഹലിനകത്തെ നമുക്ക് ഈ ഷൂ ഒക്കെ ഇടുന്ന കാരണം പോറൽ പറ്റുമല്ലോ. അപ്പോൾ അത് കാരണം നമുക്ക് ഈ പുറത്തുനിന്ന് ഇങ്ങനെ ഒരു സംഭവം കിട്ടി കേട്ടോ. നമുക്ക് ഷൂ ഇങ്ങനെ കവർ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഒരെണ്ണത്തിന് 10 രൂപയാണ്, ഒരു പെയറിന് 10 രൂപയാണ്. പക്ഷേ ഇവിടെ ആരുടെ കയ്യിലില്ല, നമ്മുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ഇനി അകത്തുനിന്ന് അവർ ഫ്രീ ആയിട്ട് തരുന്നതാണോ എന്നൊന്നും അറിയത്തില്ല. നമ്മളെന്തായാലും സ്റ്റാർട്ടിങ്ങിൽ, അതായത് ഫസ്റ്റ് എൻട്രി ഇവിടെ വെച്ച് മേടിച്ചായത്. ഇനി നമുക്ക് താജ്മഹലിനകത്തോട്ട് കയറാം കേട്ടോ. ഇതാണ് കേട്ടോ മോസ്ക്. ഇവിടെ ഇപ്പോഴും പ്രയറും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് ടൈമിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള താജ്മഹലിൻ്റെ വ്യൂവും സൂപ്പറാണ്. ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും ഒരേ വ്യൂ ആണ് കേട്ടോ താജ്മഹലിന്. ഈ താജ്മഹലിലെ മോസ്കും അതെനിക്ക് കവാടങ്ങളും ഒക്കെ ചെയ്തേക്കുന്നത് റെഡ് സാൻഡ് സ്റ്റോണിലാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ പ്രയർ എന്ന് പറയുമ്പോൾ ഫ്രൈഡേ മാത്രമേ പറ്റുള്ളൂ. ഇവിടുത്തെ ലോക്കൽസിന് മാത്രമേ പറ്റുള്ളൂ എന്ന് കേട്ടോ പറയുന്നത്. സുപ്രീം കോടതിൻ്റെ വിധി പ്രകാരമാണ് ഇവിടുത്തെ ലോക്കൽസിന് ഫ്രൈഡേ മാത്രമേ ഇവിടെ പ്രയർ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ ദിവസവും ഇവിടെ അലൗഡ് അല്ല. ഇതാണ് കേട്ടോ വസു ടാങ്ക്. മുസ്ലിംസ് പ്രയറിന് മുമ്പ് കൈയും ഒക്കെ വാഷ് ചെയ്യത്തില്ലേ, കൈയും കാലും ഒക്കെ, അതിനുള്ള സ്ഥലമാണ്. പക്ഷെ ഇതിനകത്ത് കാലിടാൻ പാടില്ല എന്നുണ്ട് കേട്ടോ, കാല് വാഷ് ചെയ്യാൻ പാടില്ല. പിന്നെ ഈ മോസ്കിൻ്റെ ഫ്രണ്ടിലെ സൈഡിലായിട്ടാണ് യമുന റിവർ ഉള്ളത്. ഇതാണ് കേട്ടോ യമുന നദി. യമുന നദി കൂടെ ഒത്തിരി ചവറൊക്കെ ഒഴുകുന്നുണ്ട്. അവിടെ ഉണ്ടോ റെഡ് സ്റ്റോൺ വെച്ചിട്ടുള്ള, അതായത് റെഡ് സാൻഡ് സ്റ്റോണോ, ആ സ്റ്റോൺ വെച്ചിട്ടുള്ള കോട്ട കണക്ക് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഇതിൻ്റെ എക്സ്റ്റൻഷൻ ആണോ അതിന് വേറെ എന്തെങ്കിലും ആണോ എന്ന് അറിയത്തില്ല. ഇതാണ് താജ്മഹലിൻ്റെ മുകളിൽ നിൽക്കുമ്പോഴുള്ള വ്യൂ കണ്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട് ഇവിടെ നിന്നുള്ള വ്യൂ. ആൾക്കാർ നിൽക്കുന്നത് പോലും ഒരു ബ്യൂട്ടിയാണ് ശരിക്കും. ഈ കാണുന്ന പോണ്ടില്ലേ, അതിനകത്ത് ഈ താജ്മഹലിൻ്റെ റിഫ്ലക്ഷൻ കാണിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ഈ 2 സൈഡിൽ നിൽക്കുന്ന സൈപ്രസ് ട്രീ ലൈഫ് ആൻഡ് ഡെത്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ താജ്മഹലിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ആ മോസ്കിൻ്റെ ഒരു വ്യൂ.
മറ്റേ വൂസ് പോണ്ടോ അങ്ങനെ ഏതോ പോണ്ടത് അവിടെ ഉണ്ട്. അവിടെ ആയിട്ടാ യമുന റിവർ വരിക. ഈ മാർബിൾ തൊടുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര തണുപ്പാണ് ശരിക്കും. പിന്നെ ഇവിടുത്തെ കണ്ടോ വർക്ക്സ് കണ്ടോ, ഓരോന്നും ഇങ്ങനെ കട്ട് ചെയ്ത് വേറെ പീസ് ഇങ്ങനെ ആഡ് ചെയ്ത് ഭയങ്കര രീതിക്ക് എന്താ പറയുക, അത്രയും നല്ല എഫേർട്ട് എടുത്താട്ടോ ചെയ്തേക്കുന്നത്. തട്ടിക്കൂട്ട് വർക്കൊന്നുമല്ല. ഇവിടെ തന്നെ കണ്ടില്ലേ കൊത്തുപണികളൊക്കെ തന്നെ ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അവർ. വർക്ക്സ് ഒക്കെ നല്ലതാട്ടോ ഇവിടുത്തെ. As you go close to the main നമുക്ക് ഈ താജ്മഹലിനകത്തെ മുംതാസിൻ്റെയും ഷാജഹാൻ്റെയും ഖബറാട്ടോ കാണാൻ പറ്റുന്നത്. ഭയങ്കര ഈ പുറമേ കാണുന്ന വർക്ക് കണക്കല്ല, ഭയങ്കര എന്താ പറയാനാ, ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ട്. നല്ല രസമുണ്ട്. ചെറിയ 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 വർക്കുകളാണ്. ഇച്ചിരി പാടുപെട്ടൊക്കെ ആയിരിക്കും ചെയ്തേക്കുന്നത്. 2 ഖബറും അടുത്തെടുത്താൽ, പക്ഷേ മുംതാസിൻ്റെ ചെറിയൊരു ഖബറും ഷാജഹാൻ്റെ വലിയ ഖബറുമാണ്. അതിന് ചുറ്റും ഇങ്ങനെ ചെറിയൊരു മതിൽ കണക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് പോലും ഇങ്ങനെ ഡീറ്റെയിലിംഗ് കൊടുത്തേക്കുന്നത് ഭയങ്കര രസമാണ്. ഈ ഇതിനകത്തും കൈൻഡ് ഓഫ് ഇതേ കണക്കുള്ള വർക്കാണ് കേട്ടോ. ഇത് ഈ ഒരെണ്ണം മൊത്തത്തിൽ ഒറ്റ മാർബിളിൽ ചെയ്തേക്കുന്നതാണ്. പിന്നെ ആ കളർഫുള്ളായിട്ട് ലീവ്സൊക്കെ ഇല്ലേ, അത് അതേ കണക്കിനുള്ള ഒരു മാർബിൾ കട്ട് ചെയ്തിട്ട് അവർ പേസ്റ്റ് ചെയ്തേക്കുന്നതാണ്. അതായത് പെയിൻറ്റും കാര്യങ്ങളൊന്നുമില്ല, അതും മാർബിൾസ് തന്നെയാണ് പല കളറിലുള്ള. നമ്മൾ ഈ താജ്മഹലിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കയറുമ്പോഴത്തേനും ഖബർ കാണും. പക്ഷേ ഖബറിൻ്റെ ഫ്രണ്ടിലായിട്ട് താഴോട്ട് സ്റ്റെപ്സ് ഉണ്ട്. പക്ഷെ അത് നമുക്ക് ചെല്ലാനൊന്നും പറ്റത്തില്ല, ക്ലോസ് ചെയ്തേക്കുക. അത് അങ്ങ് താഴെ അടിയിലോട്ട് പോകാനുള്ള കേട്ടോ. അവിടെ എന്തെങ്കിലും റൂംസും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും. ഇവിടെ തറയും ഒക്കെ മാർബിൾസിലാണ് കേട്ടോ ചെയ്തേക്കുന്നത്. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞില്ലേ ഷൂ കവർ ഇട്ടേ അവർ അലോ ചെയ്യുള്ളൂ. ഞങ്ങളെ കൂടെ വന്ന കുറേ പേര് ഷൂ കവർ ഇട്ടിട്ടല്ല വന്നത്. അവരെയൊക്കെ തിരിച്ചു വിടുമായിരുന്നു സെക്യൂരിറ്റി. പോയി ഇത് മേടിച്ചിട്ട് വരാൻ പറഞ്ഞു. ഇത് മസ്റ്റാണ് കേട്ടോ, കാരണം ഇതിന് പോറലൊന്നും വരാൻ പാടില്ലല്ലോ, എല്ലാം മാർബിൾസ് ഇല്ല. പിന്നെ ഒത്തിരി വർഷമായതല്ലേ. ഇതിൽ നമ്മൾ അകത്തൂടെ കയറുമ്പോഴേ വിള്ളലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, ഒത്തിരി വിള്ളലൊക്കെ ഉണ്ട്. പക്ഷെ അതൊരു വൈറ്റ് പേസ്റ്റ് കൊണ്ട് അവർ കവർ ചെയ്തിട്ടുണ്ട്. എന്തായാലും കൊള്ളാം കേട്ടോ. ഭയങ്കര തണുപ്പാണ്, ഉള്ളിൽ ഭയങ്കര തണുപ്പ്, പുറമെ ഭയങ്കര ചൂടുവാണ്. മാർബിൾസിനെ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഒരു ഭയങ്കര ആശ്വാസമാണ്. നല്ല തണുപ്പല്ലേ. നമ്മൾ ഈ വെയിലിൽ നിന്നൊക്കെ കയറി ചെന്നിട്ട് ആ തണുപ്പൊക്കെ തുടങ്ങുമ്പോഴത്തേനും ഭയങ്കര ഒരു ആശ്വാസം. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ, നല്ലോണം എനിക്കിഷ്ടമായി. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതലേ കേൾക്കുമല്ലേ 7 വണ്ടേഴ്സിൽ ഒന്നാ താജ്മഹൽ എന്നൊക്കെ. എപ്പോൾ മുതലേ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ കാണണമെന്നൊക്കെ. കാണാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. 300-400 വർഷമായിട്ടും ഇപ്പോഴും ഇതിങ്ങനെ തന്നെ നിൽക്കുന്നല്ലോ, അതുതന്നെ വലിയ അത്ഭുതമാണ്. നമ്മുടെയൊക്കെ വീട് 20 വർഷം 30 വർഷമൊക്കെ ആയത് തന്നെ ഇപ്പോഴും വിള്ളലും വന്ന് എല്ലാം പൊളിഞ്ഞു പോകാറായി. അപ്പോൾ ഇത്രയും വർഷമായിട്ട് ഇതൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അന്നത്തെ ആർക്കിടെക്ചറിനെ സമ്മതിക്കണം. അങ്ങനെ നമ്മൾ താജ്മഹലൊക്കെ കണ്ട് താജ്മഹലിനോട് വിട പറയുകയാണ് കേട്ടോ. നമ്മളിത് അവിടെ കൂടെയാണ് വന്നത്. ഇനി നമ്മൾ ആഗ്ര ഫോർട്ട് കാണാൻ പോവാം കേട്ടോ. അപ്പം ഞങ്ങൾ വന്നത് ഒരു ഓട്ടോയിലാണ്. പുള്ളിക്കാരൻ ഇന്ന് ഫുള്ള് ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഇവിടെ ആഗ്ര മെട്രോയുടെ അവിടെ ഫ്രണ്ടിൽ പോകാൻ പറഞ്ഞു. അവിടെ വെയിറ്റിംഗ് ആണ് പുള്ളിക്കാരൻ. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം, എന്നിട്ട് നമുക്ക് ആഗ്ര ഫോർട്ടൊക്കെ പോയി കാണാം കേട്ടോ. താജ്മഹലിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴേ ഈ സൈഡിലോട്ട് UP ഹാൻഡിക്രാഫ്റ്റ് എംപോറിയം ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ഓട്ടോ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു ഇവിടെ നിന്നൊന്നും മേടിക്കല്ലേ, ഭയങ്കര പ്രൈസാണെന്നാ. എന്നാലും നമുക്ക് നോക്കാം എത്ര രൂപയാണ്. ഞാനൊരു ഫ്രിഷ് മാഗ്നറ്റ് മേടിച്ചു കേട്ടോ. ഇതിന് 50 റുപ്പീസാണ്. ഭയങ്കര റേറ്റ് അല്ല അതിന്, ആകെ ഇത് മാത്രമേ ഉള്ളൂ അഫോർഡബിൾ ആയിട്ട്. നോർത്ത് ഇന്ത്യയും വന്നിട്ട് സൗത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ ഭയങ്കര ക്രേവിങ് ആയിരുന്നു കേട്ടോ. ഇത്രയും നാൾ ഒരു കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇന്ന് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ ഒരു പഞ്ചാബി ധാബ റെസ്റ്റോറൻറ്റിലാണ് വന്നത്. പക്ഷേ ഇവിടെ സൗത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടും. മസാല ദോശ, ഇഡ്ഡലി, ഊത്തപ്പം, ദോശ അങ്ങനെയൊക്കെ കിട്ടും. അങ്ങനെ ഞങ്ങൾ മസാല ദോശ ഓർഡർ ചെയ്തു കേട്ടോ. കൊള്ളാം, കുഴപ്പമില്ല.
നമ്മൾ ദോശയൊക്കെ കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞിട്ടാട്ടോ കോഫി വന്നത്. ആദ്യം ഓർഡർ ചെയ്ത കോഫി ലാസ്റ്റാണ് വരുന്നത്. പിന്നെ മസാല ദോശയുടെ കൂടെ സാമ്പാർ ഉണ്ടായിരുന്നു കേട്ടോ. ആ സാമ്പാറാണെങ്കിൽ വായിൽ വെക്കാൻ കൊള്ളത്തില്ല. ഇവിടുത്തെ മസാല കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇഷ്ടപ്പെടുത്തൊന്നുമില്ല, ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ അവരുടെ ചട്നി നല്ലതായിരുന്നു കേട്ടോ. വൈറ്റ് ചട്നി അത് സൂപ്പറായിരുന്നു. പിന്നെ ഉള്ളിലെ ഫില്ലിങ്ങും നല്ലതായിരുന്നു. വരുന്ന വഴിക്കേയും 10 രൂപയ്ക്ക് മഖൻ തർബൂജ്, എന്തോ ഭയ്യ മഖൻ തർബൂജ് റൈറ്റ്, 10 രൂപയുള്ളൂ. എന്തോ സ്വീറ്റ് ആട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചേ. തണുപ്പുണ്ട്, കൈൻഡ് ഓഫ് ഗുലാബ് ജാമുൻ്റെ, പക്ഷെ വേറെ എന്തോ ഫ്ലേവറാ, കൊള്ളാം. പിന്നെ വേറൊരു സാധനം മേടിച്ചു, ഈ പപ്സും മേടിച്ചു കേട്ടോ. വെജിറ്റബിൾ പപ്സാ, നല്ല ചൂടുണ്ട്. പക്ഷെ എനിക്ക് ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ് അങ്ങോട്ട് ഇങ്ങോട്ട് ഇഷ്ടമായില്ല. 30 രൂപയാണ്. അത് ആ ബയ്യേര തന്നെ മേടിച്ചത്. നമ്മളിപ്പോൾ ആഗ്ര ഫോർട്ടിലെത്തി കേട്ടോ. അതേ അതാ ഫോർട്ട്. ഇത് ഈ സൈഡിൽ നമുക്ക് ടിക്കറ്റ് എടുക്കണം. നമുക്ക് പോയി ടിക്കറ്റ് എടുക്കാം കേട്ടോ. ഞാൻ ഇതുവരെ ടിക്കറ്റ് എടുത്തിട്ടില്ല. ടിക്കറ്റ് എടുത്തോട്ടോ 50 റുപ്പീസാണ് കേട്ടോ ഇതിൻ്റെ എൻട്രൻസ്. പിന്നെ നമ്മുടെ ഇന്ത്യൻസ് ആയതുകൊണ്ട് പറയുമല്ല, വെറും ആളാണ് ചിലരൊക്കെ. 2 ക്യൂ ഉണ്ട്, ആണുങ്ങൾക്കും ഉണ്ട് പെൺപിള്ളേർക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ പെൺപിള്ളേരിൽ ഒരു ചേച്ചി ഇങ്ങനെ പോയി എടുത്തപ്പോഴത്തേക്കും ഞാനും പോയി ടിക്കറ്റ് എടുത്തു. അപ്പം വേറൊരു പുള്ളിക്കാരാണ്, ഒരു അങ്കിള് കൊണ്ടുപോയിട്ട് ഇവിടെ 2 ക്യൂ ഉണ്ടോ എന്നൊക്കെ ആ പുള്ളിക്കാരനോട് ദേഷിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞാൽ ആ പെണ്ണുങ്ങൾക്ക് വേറെ ക്യൂ ഉണ്ട്, ആണുങ്ങൾക്ക് എന്നാൽ ഞങ്ങൾക്ക് ആദ്യം തന്നിട്ട് കൊടുത്താൽ മതിയെന്ന്. എന്ത് മര്യാദയാണുള്ളത്. നമുക്ക് ടിക്കറ്റ് ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കയറി വരുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആയത്. നമ്മൾ ഈ കോട്ടയുടെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ കയറി വന്നിട്ട് ഒരു ഇടവഴി ഉണ്ട് കേട്ടോ. അങ്ങനെ അത് നല്ലൊരു വൈബ് അവിടെ കൂടെ നടക്കുന്നത്. ആ വഴി കൂടെ നടന്ന് ഇങ്ങനെ വരുമ്പോഴത്തേനും കണ്ടോ ഇത് കാണാം. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ജഹംഗീർ മഹൽ ആൻഡ് അൻഗൂരി ബാഗ് എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഞാൻ അവിടെ പോയിട്ട് ചോദിച്ചിട്ട് ഞാൻ വിശദമായിട്ട് പറയാം കേട്ടോ. പിന്നെ ഇവിടെ ടോയ്ലറ്റ് ഉണ്ട്. ആ ടോയ്ലറ്റ് പോലും ഇവിടുത്തെ ഒരു വൈബിനനുസരിച്ചാണ് ചെയ്തേക്കുന്നത്. അതങ്ങ് പണ്ടത്തേതാണോ എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ കണ്ടിട്ട് പണ്ടത്തെ ഒരു വൈബുണ്ട്. എന്നാൽ ഇപ്പോഴാണ് അത് പണിതെങ്കിൽ അത് കൊള്ളാം കേട്ടോ. കാരണം ഇവിടുത്തെ ആ ഒരു വൈബിനെ അവർ നശിപ്പിക്കാണ്ട് ചെയ്തിട്ടുണ്ട്. ഗാർഡനൊക്കെ നല്ല രസമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കിയപ്പോഴേ ഞാൻ മണ്ടത്തരാണോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ സെക്രട്ടേറിയറ്റ് ഇല്ലേ ട്രിവാൻഡ്രത്തെ, ആ ലുക്കുണ്ട് ഫോട്ടോയിലൊക്കെ. പക്ഷെ നേരിട്ട് കാണാൻ ഭയങ്കര നല്ല വൈബാണ്. ഇതിനകത്തോട്ട് വരുമ്പോഴുണ്ടല്ലോ നമ്മുടെ പണ്ടത്തെ തറവാടൊക്കെ ഇല്ലേ, ആ ഒരു പ്രതീതി കേട്ടോ. ആ ഒരു വൈബാ, ഒരു ഇരുണ്ട് അങ്ങനത്തെ ഒരു വൈബാ. ഇത് നമ്മുടെ 4 മുറ്റമില്ലേ, ചില തറവാടിൻ്റെ ഒക്കെ നടുക്ക് 4 മുറ്റമില്ലേ, അതേ കണക്ക്. മണിച്ചിത്രത്താഴ് സിനിമയിലെ സീനൊക്കെ ഇല്ലേ, അതൊക്കെ ശരിക്കും ഓർമ്മ വരുന്നത്. അകത്ത് മൊത്തം ഇരുട്ടാണ്. പക്ഷെ വേറെ എന്തോ ഒരു മതിലൂടെ ഉണ്ട് അപ്പുറത്തെ സൈഡിൽ. ഇടനാഴി എന്തെങ്കിലും ആയിരിക്കും മേ ബി അപ്പുറത്ത്. കണ്ടോ കൊത്തുപണികൾ ചെയ്തേക്കുന്നത് കണ്ടോ, ഭയങ്കര നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. മൈന്യൂട്ടായിട്ടുള്ള കാര്യം പോലും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതാ ഇത്രയും പെർഫെക്ഷൻ. ഇത് ഇതുപോലുള്ള വർക്ക്സ് ആയിരുന്നു കേട്ടോ ഇവിടെ മൊത്തവും. പക്ഷെ അതൊക്കെ ഫെയ്ഡ് ആയി പോയിട്ടുണ്ട്. ഇത്രയും പോർഷൻ അവർ നല്ല രീതിക്ക് ഗ്ലാസ് ഒക്കെ ഇട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതേ അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അങ്ങനത്തെ വർക്ക്സ് ആയിരുന്നു. പക്ഷെ അതെല്ലാം ഫെയ്ഡായി നശിച്ചു. ഇവിടെ കുറച്ച് ഭാഗത്തുണ്ട്, പക്ഷെ ബാക്കിയെല്ലാം പോയിട്ടുണ്ട്. ഇത് എവിടെയൊക്കെ പോയി കാണണം എന്തൊക്കെയാണെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഓരോ വഴിക്കൂടെ കയറി ചെല്ലുമ്പോൾ വേറെ എന്തൊക്കെയാണ് കാണുന്നത്. ഒത്തിരി ഉണ്ട് കാണാൻ. ഓരോരോ ഡോറും ഇങ്ങനെ ഇതേ കണക്ക്. ഞാനിപ്പോൾ ഒരു വഴി കൂടെ ഇങ്ങനെ പോകുന്നതേ ഉള്ളൂ. ഇതേ കണക്ക് ഒരു 19 ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡോറല്ല, വഴികളുണ്ട്. അപ്പോൾ നമുക്ക് തോന്നിടത്തൂടെ ഇങ്ങനെ നടക്കാതെ. അങ്ങോട്ട് ഇരുട്ട് റൂമാണ്, അവിടെ നോക്കട്ടെ. ഇതിനകത്തോട്ട് കയറുമ്പോഴത്തേനും ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഗൈഡ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. ഇവിടുത്തെ കൺസ്ട്രക്ഷൻ എന്താന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ AC വേണ്ട നമുക്ക്. അതിൻ്റെ അങ്ങനെ ഒരു കൂള് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കണക്കിലുള്ള കൺസ്ട്രക്ഷനാണ് ഈ ഒരു റൂമിനകത്ത്. ആ ഡോം കണക്കിങ്ങനെ ചെയ്തേക്കുന്നതൊക്കെ AC-ക്ക് പകരം ഒരു നാച്ചുറൽ രീതിക്ക് ഇങ്ങനത്തെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് AC വേണ്ട, അല്ലാണ്ട് തന്നെ നാച്ചുറൽ കൂളിംഗ് വരും. അങ്ങനെ എന്തോ ഒരു കൺസ്ട്രക്ഷനാണ് കേട്ടോ. ഇവിടെ ഓരോരുത്തർ ഈ മുക്കിന് നിന്ന് ഇങ്ങനെ ചെവി കോർത്ത് വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓരോ മൂലയ്ക്ക് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഒരു കോർണറില്ലേ, അവിടെയുള്ള ആൾക്ക് കേൾക്കാൻ പറ്റും.
ശരിക്കും റിയലായിട്ട് കേൾക്കാം കേട്ടോ. കൊള്ളാം. നമുക്ക് ഈ റെഡ് ഫോർട്ടിൽ നിൽക്കുമ്പോഴത്തേനുവേ താജ്മഹലിന്റെ വ്യൂ ഉണ്ട് കേട്ടോ. ഞാൻ താജ്മഹലിന്റെ മുകളിൽ നിന്നിട്ട് ചോദിച്ചില്ലായിരുന്നോ സൈഡിലൊരു റെഡ് കോട്ടാണൊക്കെ കാണുന്നത്, അത് ശരിക്കും റെഡ് ഫോർട്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് മൊത്തം റെഡ് കളറിലായിരിക്കും കേട്ടോ, പക്ഷേ ദേ ഈ പോർഷൻ കംപ്ലീറ്റ് വൈറ്റാണ്. നമുക്ക് ഇതിനകത്തൂടെ നോക്കുമ്പോൾ താജ്മഹൽ കാണാം കേട്ടോ. ഇങ്ങനെ ഒളിഞ്ഞ് നോക്കണമെന്നേ ഉള്ളൂ. യമുന നദി തീരത്തിരിക്കുന്ന താജ്മഹൽ ഭയങ്കര രസമുണ്ട് ഇങ്ങനെ കാണാനായിട്ട്. റെഡ് കോട്ടം ഉണ്ട്, ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഈ റെഡ് ഫോർട്ടിൽ നിന്ന് കാണാൻ പറ്റുന്ന താജ്മഹലാണ് കേട്ടോ. നമ്മൾ ഈ പ്രിസം ഒക്കെ മേടിക്കത്തില്ലേ, അതിലെ രൂപം. താജ്മഹലിൻ്റെ അടുത്തുനിന്ന് കാണാൻ വേറൊരു താജ്മഹലിൻ്റെ രൂപമാണ്. ഇവിടെ നിന്ന് കാണുമ്പോഴത്തേക്ക് ആ പക്കയായിട്ട് എല്ലാ ഡോം കറക്റ്റായിട്ട് കാണാം. ആ ഒരു ഫുള്ളസ്റ്റ് എന്ന് വെച്ചാൽ എന്താ പറയുക, നമുക്ക് ടി വിയിലൊക്കെ നമ്മൾ കാണത്തില്ലേ താജ്മഹൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ വരത്തില്ല ഒരു രൂപം. അത് പക്കയായിട്ട് കാണാൻ പറ്റുന്നത് റെഡ് ഫോർട്ടിൽ നിന്നാണ് കേട്ടോ. സൈഡിൽ കൂടെ യമുന നദി ഒഴുകുന്നതും ഒക്കെ ആയിട്ടുള്ള രൂപം. ഇത് വേറൊരു വൈബ്. ഇത് ഖാസ് മഹലാണ് കേട്ടോ. ഖാസ് മഹലിലെ ഗാർഡൻ കാണാൻ ഭയങ്കര രസമുണ്ട് കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. ഇവിടെയാണ് കേട്ടോ ഷാജഹാൻ 8 വർഷം ജയിലിൽ കിടന്നത്. ഇവിടെ നിന്ന് തന്നെ പുള്ളിക്കാരൻ മരിച്ചതും ഒക്കെ. എന്നിട്ട് പുള്ളിക്കാരൻ്റെ ബോഡി യമുന നദി വഴി ബോട്ടിൽ കൊണ്ടുപോയിട്ടായിരുന്നു താജ്മഹൽ കൊണ്ടുപോയി അടക്കിയത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ആഗ്രയിലെ വിശേഷങ്ങൾ. ആഗ്രയിൽ മെയിനായിട്ട് വന്നത് തന്നെ താജ്മഹൽ കാണുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ്. അപ്പോൾ അതെന്തായാലും കാണാൻ പറ്റില്ല, ഭയങ്കര സന്തോഷം. റെഡ് ഫോർട്ടും നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട്. ടാറ്റാ.